ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സുഖത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്നാൽ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ചിലർക്ക് ശരിയാകാം, ചിലർക്ക് ഇങ്ങനെ ഇത് തെറ്റായിട്ടും തോന്നാം. അതെനിക്ക് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ പറയാൻ പാടില്ലാത്ത 2-3-4 കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ചിലപ്പോൾ വാടക വീടായിരിക്കും, ചിലപ്പോൾ റെൻറ്റഡ് ഹൗസായിരിക്കും. ഇത് രണ്ടിലേതായാലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ലാത്ത എന്ന് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മളിങ്ങനെ പറയാറുണ്ട്, ഈ വീട് എനിക്ക് ഒരു ഭാഗ്യവും തരുന്നില്ല, ഈ വീട് ലക്കിയല്ല, അല്ലെങ്കിൽ ഈ വീട് ഒരു നശിച്ച വീടാണ്, എപ്പോൾ വന്നാലും ഇവിടെ വിഷമവും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഞാനും പല പ്രാവശ്യം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെ പറയും തോറും നമുക്ക് കിട്ടുന്ന ആഫ്റ്റർ ഇഫക്ട്സ്, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കുണ്ടായിരുന്ന വിഷമത്തിൻ്റെ ഇരട്ടി വിഷമങ്ങളും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പകരം നമുക്കിങ്ങനെ ചിന്തിക്കാം, ഈ വീട് നമുക്ക് ലഭിച്ചത് കൊണ്ട് നമുക്ക് തല ചായ്ക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു ഷെൽട്ടറായി, മാത്രമല്ല മറ്റുള്ള കാറ്റിൽ നിന്നും മഴയിൽ നിന്നും അതുപോലെ തന്നെ വെയിലിൽ നിന്നും ഒക്കെ നമ്മളെ സംരക്ഷിച്ച് നമ്മളെ സന്തോഷത്തോടെ മറ്റുള്ളവരുടെ വായിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കേണ്ടി വരാതെ നമുക്ക് സ്വന്തമായി താമസിക്കാൻ ഒരു വാടക വീടായാലും ശരി, ഒരു ചെറിയ സ്വന്തം വീടായാലും നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹീതരായിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞ് നമുക്ക് അതിന് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാം. നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം അക്കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ മറ്റുള്ളവരെക്കുറിച്ചുള്ള പരദൂഷണം പറച്ചിൽ. അതായത് അതെന്ത് കാര്യമാവാം, ചിലപ്പോൾ സത്യമാവാം, ചിലപ്പോൾ അസത്യമായ കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഒരാളില്ലാത്തപ്പോൾ ആ വ്യക്തി അവിടെ പ്രസൻ്റ് അല്ല, പക്ഷേ ആ വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ ബി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ വീട്ടിലില്ല. അപ്പോൾ നമ്മൾ ആ വീട്ടിലിരുന്ന് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച്, അതായത് ആ വീട്ടിൽ അപ്പോൾ പ്രസൻ്റ് അല്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് കഥകൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തോന്നും, എന്താണ് ശരി, നമ്മുടെ വീടല്ലേ, വേറെ ആരും കേൾക്കുന്നില്ല, അപ്പോൾ നമുക്കിത് പറയാം ധാരാളമായെന്ന്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് വരുന്നത് അവർക്കല്ല, അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ആ സൈഡ് എഫക്റ്റ് വരുന്നത് നമുക്ക് തന്നെയാണ്. നമ്മൾ പറഞ്ഞതിൻ്റെ 10 ഇരട്ടിയായിട്ടായിരിക്കും നമുക്ക് തിരിച്ചു വരുന്നത് എന്നെൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ സദാസമയവും നമ്മുടെ വീട്ടിലുള്ളവരെക്കുറിച്ച് തന്നെ, ചിലപ്പോൾ നമ്മളെ മക്കളായിരിക്കും, അവർ ചിലപ്പം ലേസി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് പല കാര്യത്തിലും ചെയ്യാൻ മടിയുള്ളവരായിരിക്കും. നമ്മൾ പറഞ്ഞാൽ അവർ ചിലപ്പം കേൾക്കില്ല, നമ്മളെ മാനസികമായി വേദനിപ്പിക്കുന്നവരായിരിക്കും, എല്ലാം ആയിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ മക്കളെക്കുറിച്ച്, അയ്യോ അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, മോനോ മോളോ, അപ്പം നമ്മൾ പറയും, അവൻ ഇനിയിപ്പം എനിക്ക് അവനെക്കുറിച്ച് അറിയായിരുന്നു, അവൻ ഇങ്ങനെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ അവൻ ചെയ്യും എന്നുള്ളത് എനിക്ക് മുൻധാരണ ഉണ്ടായിരുന്നു, അവനെക്കൊണ്ട് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ സ്നേഹിക്കുന്നവരെക്കുറിച്ചോ നമ്മൾ സ്വയം ഇങ്ങനെ ഇരുന്ന് പറയുക, അല്ലെങ്കിൽ സ്വയം മറ്റുള്ളവരോട് അത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതും വളരെ നെഗറ്റീവ് ഇഫക്റ്റുള്ള ഒരു കാര്യമായി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് വിചാരിച്ച് നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ തിരുത്തണം, അത് മറ്റൊരു സൈഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുപോലെ പിന്നെ ഏറ്റവും പരമപ്രധാനമായൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചിലപ്പോൾ നമ്മളെ വീട്ടിലിരുന്ന് ഇങ്ങനെ പറയും, ഇവിടെ എത്ര ദൈവത്തിനെ പൂജിച്ചാലും നമ്മളിങ്ങനെ വൈകുന്നേരം
വിളക്കൊക്കെ കൊളുത്തുന്ന സമയത്ത് നമ്മളെ മക്കൾ വന്ന് പറയും, അമ്മ എന്തെല്ലാം, എനിക്കത് അനുഭവമുണ്ട്, മോനും മോളും ഒക്കെ പറയാറുണ്ട്, അമ്മ ഇത്രയും ഭക്തിയൊക്കെ എടുത്തു കഴിഞ്ഞും അമ്മയ്ക്ക് നല്ല കാര്യങ്ങളാണോ നടക്കുന്നത്, അല്ലെങ്കിൽ അമ്മ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടോ, പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ വൈകുന്നേരവും രാവിലെയൊക്കെ തുടർന്ന് ഭക്തിമാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ വീടിന് ഈശ്വര ചൈതന്യമില്ല, ഈശ്വര സാന്നിധ്യമില്ല, അല്ലെങ്കിൽ ഈശ്വരൻ്റെ കരസ്പർശം നമ്മുടെ വീടിനില്ല എന്ന് നമ്മൾ തന്നെ പറയുന്നത്. ഓക്കെ, ഇത് മക്കളൊക്കെ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ് പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടക്കുന്നില്ല, അപ്പോൾ അവർക്കൊരു മനസ്സിലൊരു വിഷമം ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുഞ്ഞു മനസ്സുകളിൽ തോന്നുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷേ അവരെ നമ്മൾ അപ്പോൾ തന്നെ ഈശ്വര പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ തെറ്റ് അപ്പം തന്നെ തിരുത്തേണ്ടതാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മുടെ വീടിന് ഈശ്വര ചൈതന്യമില്ല, അല്ലെങ്കിൽ ഈശ്വരൻ്റെ കരസ്പർശം നമ്മുടെ വീട്ടിലില്ല എന്ന് നമ്മൾ തന്നെ പറയാൻ പാടില്ല എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ അത് നമ്മുടെ വീട്ടിലുള്ള ഈശ്വര സാന്നിധ്യം എന്നേക്കുമായി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻ്റായി അറിയിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിനെക്കുറിച്ച് എപ്പോഴും നല്ല കാര്യങ്ങൾ, ശുഭകാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. നമ്മുടെ വീട് കഴിവിൻ്റെ പരമാവധി നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക. നമുക്കൊരിക്കലും ഒരു പെർഫെക്ഷനിസ്റ്റ് ആവാൻ കഴിയില്ല. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഈ നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും. പക്ഷേ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ നമ്മളത് നീറ്റാക്കി വയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും ശുഭകരമായ മംഗളകരമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ 2-3 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് പറയാൻ പാടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്ത 2-3 കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഇത് റിലേറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. വീണ്ടും അടുത്ത ഒരു വ്ളോഗിലൂടെ കാണാം. ലവ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ.